നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെരുശലേമിന്റെ മേൽ ശാപം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറവീൻ. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലയിൽ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലത്ത് ഹെരോദ രാജാവ് ആളയച്ച് പറയിച്ചു, ഈ സ്ഥലം വിട്ട് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ 3 ശിഷ്യന്മാരുമായി മറുരൂപമലയിൽ, ഗലീലയിലെ താബോർ മലയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ മുഖഭാവം മാത്രമല്ല വസ്ത്രം പോലും വെണ്മയായി തീർന്ന സമയത്ത് ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. അവരും യേശുവിനെ പോലെയായി. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു. യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ തിരസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെ ആളുകളാകും. പ്രത്യേകിച്ച് മോശ മരിച്ചയാളുടെ പ്രതിനിധിയാണ്, ഏലിയാവ് മരിക്കാതെ സ്വർഗാരോഹണം ചെയ്ത ആളുകളുടെ പ്രതിനിധിയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ, ഏലിയാവിനെ പോലെ ജീവിച്ചിരിക്കുന്നവർ തിരസ്കരിക്കപ്പെടുകയും എല്ലാവരും യേശുവിനെ പോലെ ആവുകയും ചെയ്യും എന്ന് യേശു ആ മറുരൂപമലയിൽ കാണിക്കുകയായിരുന്നു. എന്നാൽ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ട യേശുവിനോട് പറഞ്ഞത്, നീ യെരുശലേമിൽ പോകണം, അവിടെ വെച്ച് നീ മരിക്കണം, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി യാഗമാകണം എന്നായിരുന്നു. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഉള്ളത്, അതിൻ്റെ ആദ്യ വാക്യങ്ങൾ. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തെ 51-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്, അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകാൻ മനസ്സ് ഉറപ്പിച്ചു എന്നാണ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായമുള്ള ഈ സുവിശേഷത്തിലെ 9 മുതൽ 24 വരെയുള്ള മുഴുവൻ അധ്യായങ്ങളും യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയുടെ വിവരണങ്ങളാണ്. യേശുക്രിസ്തു താൻ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമാകാനാണ് പോകുന്നത്. എന്നാൽ പരമാവധി ആളുകളെ ഈ സുവിശേഷം, രക്ഷാമാർഗം അറിയിച്ചിട്ട്, അവരോട് സുവിശേഷം അറിയിച്ചിട്ട് വേണം പോകാൻ തീരുമാനിച്ച് സകല ഊടുവഴികളിലൂടെയും പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് യേശു യെരുശലേമിലേക്ക് മരണത്തിനായിട്ട് നടന്ന് അടുത്തത്. അപ്പോഴാണ് ഹെരോദാവ് ആളയച്ചറിയിക്കുന്നത്, എൻ്റെ അതിര് വിട്ട് പൊയ്ക്കോണം, അല്ല ഞാൻ കൊല്ലും. യേശു കൊടുത്ത മറുപടി, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഈ ഗലീലയിൽ തന്നെ പ്രവർത്തിക്കും. പിന്നൊരു കാര്യം, ഈ യെരുശലേമിന് പുറത്തു വെച്ച് സാധാരണ പ്രവാചകന്മാർ കൊല്ലപ്പെടാറില്ല. യെരുശലേമിലാണ് പ്രവാചകന്മാരെ പൊതുവെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. അത് പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു സത്യമുണ്ട്, അതായത് ഭക്തരായ ആളുകളുടെ സ്ഥലമാണ് യെരുശലേം. ഗലീല പ്രദേശങ്ങളിലൊക്കെ ഉപജീവനത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ, അത്ര ഭക്തിയൊന്നും അവർക്കില്ല. പക്ഷേ അവർ ഈ നീചകൃത്യം ചെയ്യാറില്ല. ഭക്തരെന്ന് പറഞ്ഞാൽ കപടഭക്തിയാണ്, പക്ഷെ അവരുടെ ധാരണ നല്ല ഭക്തിയാണെന്നാണ്.
അവരാണ് പ്രവാചകന്മാരെ കഴിഞ്ഞ കാലത്ത് കൊന്നിട്ടുള്ളത്. യേശു പറയുകയാണ്, യെരുശലേമിന് പുറത്തു വെച്ച് പ്രവാചകന്മാർ കൊല്ലപ്പെടുന്നത് അസംഭവമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്തും ലോകചരിത്രം പരിശോധിച്ചാൽ നിരീശ്വരവാദികളായ ആളുകൾ ദൈവ മക്കളെ, സുവിശേഷം വിശ്വസിക്കുന്ന, സുവിശേഷം പ്രചരിപ്പിക്കുന്ന ആളുകളെ കൊന്നതിനേക്കാൾ അധികം അവരെ കൊന്നിട്ടുള്ളത് ഭക്തിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ അവർ എന്നെ കൊല്ലും. യേശു യെരുശലേമിൻ്റെ ഈ കപടഭക്തിക്ക് എതിരെ യേശു ശാപവാക്കുകൾ പറയുകയാണ്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, ഊഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ സുവിശേഷ പ്രചരണവുമായിട്ട്, അല്ലെങ്കിൽ താൻ ദൈവമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ധാരാളം അത്ഭുതങ്ങൾ യെരുശലേമിൽ ചെയ്തു. ഒരുപാട് രോഗസൗഖ്യങ്ങൾ യേശു യെരുശലേമിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പിശാചിൻ്റെ ശക്തിയാൽ ആണ്, ദുർഭൂതങ്ങളുടെ ശക്തിയാലാണ് എന്ന് പറഞ്ഞ് അവർ യേശുവിനെ വെറുക്കുകയാണ്, തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കൊരിന്ത്യലേഖനത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം യേശുവിന് വേഷഭൂഷാദികൾ കൊണ്ടുള്ള യാതൊരു ഭക്തിയും ഇല്ലായിരുന്നു. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണ ഭക്ഷണം, സാധാരണ വസ്ത്രം, അതായിരുന്നു യേശുവിന്. താനൊരു ആസ്ഥാനം ഉണ്ടാക്കി ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ച്, അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ ഒരു സ്ഥലം കണ്ടെത്തി അവിടേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു രീതിയൊന്നുമില്ലായിരുന്നു. യേശു മുമ്പുള്ള പ്രവാചകന്മാരെ പോലെ ഇങ്ങനെ കവലകളിലും തെരുക്കോണുകളിലും പുഴവക്കത്തും ചന്തസ്ഥലങ്ങളിലും ഒക്കെ സുവിശേഷം പറയുന്ന ഒരാളായിരുന്നു. എനിക്ക് ഒരു വീടെന്ന് പറയാൻ, തലചായ്ക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമില്ലായിരുന്നു. ആളുകൾ കൊടുക്കുന്ന, അവരുടെ ഔദാര്യത്തിൽ അവർ കൊടുക്കുന്ന സ്ഥലത്ത് തലചായ്ക്കുകയായിരുന്നു. കിട്ടുന്ന വെള്ളം കുടിച്ച്, കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ശിഷ്യരോടൊത്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെയുള്ള യേശുവിനെ പുത്രൻ തമ്പുരാനായി, ദൈവപുത്രനായി, ദൈവപുത്രൻ മനുഷ്യനായതായി അംഗീകരിക്കാൻ, ചിന്തിക്കാൻ പോലും യഹൂദന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെ സംശയിച്ചത്, യേശുവിനെ ഉപദ്രവിക്കാൻ, തള്ളിക്കളയാൻ തയ്യാറായത്. യേശു പറയുകയാണ്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിങ്ങളെ ചേർക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശാപം മാറ്റാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ ഉയർത്താൻ, നിങ്ങൾക്ക് സുരക്ഷിതത്വം തരാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മേലുള്ള എൻ്റെ നിയന്ത്രണം ഞാൻ മാറ്റും. നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യം കൂടെയാണ്. അത് ശൂന്യമായി തീരും, അതിൽ ഇടിച്ച് അത് തകർക്കപ്പെടും. നിങ്ങളുടെ പട്ടണത്തിൻ്റെ മതിലുകൾ അതെല്ലാം ഇടിക്കാനിടയായിത്തീരും. നിങ്ങളുടെ സുരക്ഷിതത്വമെല്ലാം പോകും. നിങ്ങളുടെ ജീവനും സ്വത്തും അത് ഭീഷണിയിലാകും. നിങ്ങൾ വീണ്ടും ഉപദ്രവിക്കപ്പെടും. പണ്ട് ഇവര് നെബൂഖദ്നേസർ രാജാവിൻ്റെയോ കാലത്ത് യെരുശലേം ദേവാലയം ഇടിക്കപ്പെട്ടതാണ്, അത് കവർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവരൊക്കെ ബാബേലിലേക്ക് അടിമകളായിട്ടൊക്കെ കൊണ്ടുപോകപ്പെട്ടതാണ്. പിന്നീട് മറ്റൊരു രാജാവ് കോരേശിൻ്റെ കാലത്താണ് അവർക്ക് ദേവാലയം പണിയാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായതും. സെറുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയുകയും നെഹെമ്യാവിൻ്റെ കാലത്ത് യെരുശലേമിൻ്റെ മതിൽ പണിയുകയും ഒക്കെ ചെയ്യാനിടയായി. അവരുടെ ദേവാലയം പിന്നീട് ഹെരോദാ രാജാവ് പുതുക്കിപ്പണിയുവാനും ഇടയായി. പക്ഷേ യേശു പറയുകയാണ്, വീണ്ടും അതുണ്ടാകും.
വീണ്ടും ഇതിടിച്ച് നിരത്തപ്പെടുവാനിടയാകും. യേശു അവസാനം പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവോളൂ നിങ്ങൾ എന്നെ കാണുകയില്ല. ഞാൻ പിതാവിൻ്റെ നാമത്തിൽ ആണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അല്ലെ ലോകത്തിൽ വന്ന് സുവിശേഷം അറിയിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അത് യേശുവിൻ്റെ വീണ്ടും വരവെടുക്കുന്ന ആ കാലത്തെക്കുറിച്ചാണ്. അന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് യേശുവെ എന്ന് വിളിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായിത്തീരും. അതുവരെ നിങ്ങൾ എന്നെ തിരിച്ചറിയുകയില്ല, നിങ്ങൾക്ക് ആത്മരക്ഷ ഉണ്ടാകുകയില്ല, നിങ്ങൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് വെറുക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് കഴിയുവാനിടയാകും എന്നാണ് യേശു പറഞ്ഞത്. AD 70 യേശു പറഞ്ഞ ആ പ്രവചനം നിറവേറിയത്. റോമൻ ഭരണാധിപനായ പട്ടാളക്കാരനായ ടൈറ്റസ് വന്ന് യെരുശലേം ദേവാലയം തകർക്കുകയാണ്, അവരെ കൊല്ലുകയാണ്, ഉപദ്രവിക്കുകയാണ്. ഇന്നും ആ ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. അവർക്ക് പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ യേശു പറഞ്ഞത് അത് അങ്ങനെ തന്നെ നിറവേറിയിരിക്കുകയാണ്. അവർക്ക് അനുഗ്രഹം തിരികെ ലഭിക്കാനിടയാകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തക പരിജ്ഞാനമുള്ള യഹൂദന്മാർക്ക് അവരുടെ മശിഹയെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നപ്പോൾ നമുക്ക് യേശുവിനെ ദൈവമായി മനസ്സിലാക്കാൻ നമുക്കിടയായല്ലോ എന്നോർത്ത് സന്തോഷിക്കാം, കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ നമ്മുടെ ശാപം മാറ്റിയ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.